ക്ഷീരവികസന വകുപ്പിൻ്റെ സേവനങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. ഇതിനൊക്കെ പുറമെയാണ് ഇത്തരമൊരു പുതിയ സംവിധാനം കൂടി നിലവിൽ വരുന്നത്. കർഷകർ നൽകുന്ന പാലിൻ്റെ അളവ്, ഗുണനിലവാരം ഇതിനനുസൃതമായി കൃത്യമായ വില നൽകുന്നതിന് ഈ പുതിയ ക്ഷീരശ്രീ പോർട്ടൽ സഹായകരമാവും. ക്ഷീരസംഘങ്ങളുടെ കാലിത്തീറ്റ വാങ്ങൽ, വിൽപ്പന, മറ്റ് അക്കൗണ്ടിങ്ങുകൾ എല്ലാം ഇനി മുതൽ ഇതിൻ്റെ ഭാഗമായി മാറും. അതേപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കൽ മുതൽ ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായ തുക എത്തൽ വരെ എല്ലാ നടപടികളും ഈ ക്ഷീരശ്രീ പോർട്ടൽ മുഖേനയാണ് നടപ്പിലാക്കുക. ഇപ്പോൾ ക്ഷീരവികസന വകുപ്പിൻ്റെ അഭിമാന പദ്ധതികളായ ക്ഷീരഗ്രാമം, മിൽക്ക് ഷെഡ് ഡെവലപ്മെൻറ്റ് പദ്ധതി, പുൽകൃഷി വികസന പദ്ധതി ഇതെല്ലാം ഇനി മുതൽ ഈ ക്ഷീരശ്രീയിലൂടെയാണ് നടപ്പിലാക്കുക. കേരളത്തിൻ്റെ ക്ഷീരമേഖലയ്ക്ക് ഗുണകരമായ ധാരാളം ഇടപെടലുകൾ കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ സർക്കാർ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വിവരസാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ പ്രയോഗത്തിലൂടെ ക്ഷീരവൃത്തി ആയാസരഹിതമാക്കുന്നതിനുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിനുതകുന്ന സ്മാർട്ട് ഡയറി പോലുള്ള നൂതന പദ്ധതികൾക്ക് വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകി വരുന്നത്. ഇതിൻ്റെ എല്ലാം ഫലമായി നമ്മുടെ ക്ഷീരമേഖലയുടെ മുഖം തന്നെ മാറിയിരിക്കുകയാണ്. 2-3 പശുക്കളെ വളർത്തി ഉപജീവനം നടത്തി വരുന്ന നാമമാത്ര ചെറുകിട ക്ഷീര കർഷകർക്കൊപ്പം വ്യാവസായിക അടിസ്ഥാനത്തിൽ പശുക്കളെ വളർത്തുന്ന വലിയ ഫാമുകളും ഇപ്പോൾ കേരളത്തിൽ ധാരാളമുണ്ട്. ക്ഷീരോത്പാദനത്തിൽ സ്വയം പര്യാപ്തത നേടാനായി നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരമൊരു മാറ്റം ആവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. 2021 LDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ മൃഗസംരക്ഷണ മേഖലയെ മുന്നിൽ കണ്ടുകൊണ്ട് 22 പരിപാടികളാണ് മുന്നോട്ട് വെച്ചത്. അവയിലേറെയും ക്ഷീരോത്പാദന മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ളവയായിരുന്നു. പ്രതിദിന ക്ഷീരോത്പാദന ക്ഷമത വർദ്ധിപ്പിച്ചും ധനസഹായം നൽകി ക്ഷീരസംഘങ്ങളെ ശക്തിപ്പെടുത്തിയും വെറ്ററിനറി സേവനങ്ങൾ എല്ലായിടങ്ങളിലും ലഭ്യമാക്കിയും കാലിത്തീറ്റ ലഭ്യത ഉറപ്പുവരുത്തിയുമൊക്കെ ആ വാഗ്ദാനങ്ങൾ നിറവേറ്റുകയാണ്. ഇത്തരം ഇടപെടലുകളുടെ ഫലമായി നമ്മുടെ സംസ്ഥാനത്തെ പാലുൽപാദനം ക്രമാനുഗതമായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് സ്വയം പര്യാപ്തതയുടെ വക്കിലെത്തി നാം നിൽക്കുന്നത്. കേരളത്തിലിപ്പോൾ ഏതാണ്ട് 25 ലക്ഷം മെട്രിക് ടൺ പാലാണ് പ്രതിദിനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് മഹത്തായ സംഭാവനയാണ് ക്ഷീരമേഖല നൽകുന്നത്. സംസ്ഥാനത്തൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന മിൽമയുടെ കീഴിലുള്ള 3500ഓളം വരുന്ന ക്ഷീരസഹകരണ സംഘങ്ങളുടെ സാന്നിധ്യമാണ് ഇതിനാധാരം. നമ്മുടെ ക്ഷീരസഹകരണ മേഖലയുടെ ഉന്നമനത്തിൽ മിൽമ വഹിച്ചു പോരുന്ന പങ്കിനെക്കുറിച്ച് പ്രത്യേകമായി പറയേണ്ടതില്ല. ക്ഷീരമേഖലയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നവയാണ് നമ്മുടെ ക്ഷീരസഹകരണ സംഘങ്ങൾ. ഇവയിലൂടെയാണ് ഗ്രാമീണ മേഖലയിലെ കർഷകരുടെ ദൈനംദിന ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന്
ആവശ്യമായ പ്രവർത്തനങ്ങൾ സർക്കാർ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നറിയിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ക്ഷീരശ്രീ വെബ് പോർട്ടലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ചടങ്ങിൽ ഇന്ന് പങ്കെടുക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ നമ്മുടെ ക്ഷീരവികസന മേഖലകളിൽ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി മുന്നേറുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് എന്നുള്ളത് നമുക്കറിയാം. അതിൽ നിന്നും തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു പരിപാടി തന്നെ അതിൻ്റെ ഒരു വലിയ മാറ്റമാണ് നമ്മുടെ കേരളത്തിൽ ക്ഷീരവികസന വകുപ്പിൽ നമുക്ക് കാണുന്നത്. നമ്മുടെ രാജ്യത്തിന് മാതൃകയായ നിലയിൽ 2019 ഇതിന് തുടക്കം കുറിക്കുവാൻ സാധിച്ചു എന്നുണ്ടെങ്കിലും ഇന്ന് കേരളത്തിലെ 3600-ൽ പരം ക്ഷീരസംഘങ്ങളെ കമ്പ്യൂട്ടർ സാങ്കേതിക സംവിധാനം വഴി ബന്ധിപ്പിക്കുകയും പാൽ സംഭരണവും അതിൻ്റെ വിപണനവും ഉൽപ്പന്നങ്ങളുടെ സ്റ്റോക്ക് സൂക്ഷിക്കൽ, ലാഭനഷ്ട കണക്കുകൾ, അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റ് തുടങ്ങിയ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇന്ന് വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എളുപ്പത്തിലും സുതാര്യമായും കാര്യക്ഷമമായും ചെയ്തു തീർക്കുവാൻ സംഘങ്ങളെ പ്രാപ്തരാക്കുകയും അവയുടെ വിവരങ്ങൾ വകുപ്പിൻ്റെ എല്ലാ മേലധികാരികൾക്കും കൃത്യമായി മനസ്സിലാക്കുവാനും പരിശോധിക്കുവാനും ഭരണപരമായ തീരുമാനമെടുക്കുവാനും സാധിക്കുന്ന ഒരു സംവിധാനമാണ് ക്ഷീരശ്രീ പോർട്ടൽ. ക്ഷീരസംഘങ്ങളുടെ പ്രവർത്തനം വിവര സാങ്കേതിക വിദ്യയോടുകൂടി ഏകോപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഭരണാനുമതി ഇതിന് ലഭിച്ചത് 2019-ലാണ്. 57 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഈ സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻ്ററാണ്. ഇന്ന് കേരള സർക്കാർ ക്ഷീര വികസന വകുപ്പ് മുഖേന തന്നെ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ, അതിൻ്റെയൊക്കെ അപേക്ഷ സ്വീകരിക്കുന്നത് മുതൽ അർഹത മാനദണ്ഡങ്ങൾ വരെ അനുസരിച്ച് നമ്മുടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് സബ്സിഡി ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ നൽകുന്നത് വരെ ഈ പോർട്ടലിലൂടെ നൽകുന്ന സംവിധാനം 2021 ഡിസംബർ 1 ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. അന്ന് മുതൽ സർക്കാർ പദ്ധതി പ്രവർത്തനങ്ങൾ ഈ പോർട്ടലിലൂടെ വളരെ സുതാര്യമായ നിലയിൽ നടപ്പിലാക്കി വരികയാണ്. ഈ പോർട്ടലിൻ്റെ അടുത്ത ഘട്ടം പൂർത്തിയാകുന്നതോടുകൂടി ക്ഷീരസംഘത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും, പാൽ സംഭരണവും അതിൻ്റെ വിപണനവും, കാലിത്തീറ്റ വിൽപ്പന, മറ്റു ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, സംഘത്തിൻ്റെ കണക്കുകൾ, വിവിധ രജിസ്റ്ററുകൾ, ലാഭനഷ്ട കണക്കുകൾ എന്നിവയെല്ലാം ഈ സോഫ്റ്റ്വെയർ വഴി നടപ്പിലാക്കുവാൻ നമുക്ക് സാധിക്കും. ക്ഷീര കർഷകർ ക്ഷീരസംഘത്തിൽ അളക്കുന്ന പാലിൻ്റെ തൂക്കം, അതിൻ്റെ ഗുണനിലവാരം ഇവ സംബന്ധിച്ച് നിരവധി പരാതികൾ ഇന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ പല സംഘങ്ങളിലും ഓട്ടോമാറ്റിക് മിൽക്ക് കളക്ഷൻ സ്റ്റേഷൻ വഴി അല്ല പാൽ സംഭരിക്കുന്നത്. ഇന്ന് ക്ഷീരശ്രീ പോർട്ടൽ നടപ്പിലാക്കുന്നതോടുകൂടി തന്നെ കർഷകരുടെ സാന്നിധ്യത്തിൽ തന്നെ ഓട്ടോമാറ്റിക് മിൽക്ക് കളക്ഷൻ സ്റ്റേഷൻ വഴി ഓൺലൈനായി പാൽ സംഭരണം നടക്കും എന്നതിനാൽ സുതാര്യത ഉറപ്പുവരുത്തുവാനും കർഷകരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാനും നമുക്ക് സാധിക്കും. കർഷകരും ഭരണസമിതി അംഗങ്ങളും ക്ഷീരസംഘത്തിൽ പാൽ അളക്കുന്നത് സംബന്ധിച്ചും സംഘത്തിലെ ക്രമക്കേടുകൾ സംബന്ധിച്ചും മറ്റും നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ ജോലി ഭാരം കാരണം പലപ്പോഴും സംഘങ്ങളിൽ പോയി കണക്കുകളും മറ്റും പരിശോധിച്ച് പരാതി പരിഹരിക്കുന്നതിന് കാലതാമസം നേരിടാറുണ്ട്. ക്ഷീരശ്രീ പോർട്ടൽ നടപ്പിലാക്കുന്നതോടുകൂടി ഇന്ന് ഉദ്യോഗസ്ഥർക്ക് എവിടെ ഇരുന്നു കൊണ്ടും സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും കണക്കുകളും പരിശോധിക്കുവാനും പരാതി സമയബന്ധിതമായി തീർപ്പാക്കുവാനും നമുക്ക് സാധിക്കും. ഇന്ന് കേരളത്തിലെ 10.5 ലക്ഷത്തോളം വരുന്ന ക്ഷീര കർഷകരുടെ സ്വന്തം പ്രസ്ഥാനമാണ് നമ്മുടെ മിൽമ. കേരളത്തിലെ ക്ഷീര കർഷകർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാലിന് സ്ഥായിയായ വിലയും വിപണിയും ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം തന്നെ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളുടെ ഒരു ശ്രേണി തന്നെ നമ്മുടെ മിൽമ ഉപഭോക്താക്കൾക്കായി ഒരുക്കി നൽകുന്നുണ്ട്. മുൻകാലങ്ങളിൽ മിൽമ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന പാലും തൈരും നെയ്യും എന്നീ ഉൽപ്പന്നങ്ങളെ കൂടാതെ വിപണിയിലെ മാറ്റങ്ങൾക്കും ഉപഭോക്താക്കളുടെ മാറ്റങ്ങൾക്കും അവരുടെ അഭിരുചിക്കും അനുസൃതമായി
ഒട്ടനവധി പുതിയ ഉൽപ്പന്നങ്ങൾ ഇന്ന് മിൽമ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. വിവിധ ഫ്ലേവറുകളിലുള്ള ഐസ്ക്രീമുകളും ഫ്ലവേർഡ് മിൽക്കുകൾ, വിവിധതരം പേടകൾ, പനീർ, അതുപോലെ ബട്ടർ മസാല എന്നിവ അവയിൽ ചിലതാണ്. മിൽമയുടെ പുതിയ പ്രീമിയം ചോക്ലേറ്റുകളായ ഡാർക്ക് ചോക്ലേറ്റുകൾ, ഡെലിസ മിൽക്ക് ചോക്ലേറ്റ്, മിൽമ, അതുപോലെ ചോക്കോ ഫുൾ, ഓസ്മാനിയ ബട്ടർ ബിസ്ക്കറ്റ്, ബട്ടർ ഡ്രോപ്സ് എന്നിവയുടെ വിപണനോദ്ഘാടനം മലയാളത്തിൻ്റെ മഹോത്സവമായ കേരളീയം 2023 വേദിയിൽ വെച്ചാണ് നടന്നത്. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് വളരെ ഉപകാരപ്രദമായ നിരവധി ഇൻസ്റ്റൻറ്റ് പ്രോഡക്ട്സുകളും മിൽമ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് സേമിയ മിക്സ്, അതുപോലെ ഇൻസ്റ്റൻറ്റ് പാലട പായസം മിക്സ്, ഇൻസ്റ്റൻറ്റ് പാലട പായസം, ഇൻസ്റ്റൻറ്റ് പുളിശ്ശേരി മിക്സ് എന്നിവ അവയിൽ ചിലതാണ്. ഇത്തരത്തിൽ ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിൽ പ്രാധാന്യം കൊടുക്കുന്ന മിൽമ എന്ന സഹകരണ സ്ഥാപനത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും ഗുണനിലവാരത്തിൻ്റെയും തുടർച്ചയാണ് ഇന്ന് ഇവിടെ വിപണനം ആരംഭിക്കുന്ന മിൽമ ടെൻഡർ കോക്കനട്ട് വാട്ടർ, മിൽമ കാഷ്യൂ വിറ്റ എന്നീ ഉൽപ്പന്നങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരള ജനതയുടെ ആരോഗ്യത്തിൽ കാലാകാലങ്ങളായി നൈസർഗികമായ സ്ഥാനം വഹിക്കുന്ന പ്രകൃതിദത്ത പാനീയമാണ് ഇളനീർ. അതുപോലെ കരിക്കിൻ വെള്ളം എന്ന കേരളത്തിൻ്റെ മുഖമുദ്രയായ ഈ പാനീയത്തെ ഇന്ത്യൻ ആഗോള വിപണികളെ ലക്ഷ്യം വച്ച് മിൽമ അവതരിപ്പിക്കുന്ന ഉൽപ്പന്നമാണ് മിൽമ ടെൻഡർ കോക്കനട്ട് വാട്ടർ. യാത്രാവേളകളിലും അതോടൊപ്പം മറ്റു സൗകര്യപ്രദമായ എവിടെയും എപ്പോഴും ലഭ്യത ഉറപ്പുവരുത്താവുന്ന ഈ ഉൽപ്പന്നം 200 മില്ലി കുപ്പികളിൽ 9 മാസം വരെ കേടുകൂടാതെ ഇരിക്കുന്ന വിധത്തിൽ യാതൊരുവിധ പോഷക മൂല്യങ്ങളും ചോർന്നു പോകാതെ പ്രത്യേക സാങ്കേതിക വിദ്യയുടെ മികവിൽ മനുഷ്യ കരസ്പർശമേൽക്കാതെ പ്രോസസ്സ് ചെയ്തതാണ്. അതാണ് മിൽമ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഒരു ബോട്ടിലിന് 40 രൂപ, അതായത് വിപണിയിൽ ലഭ്യമായാൽ ഏറ്റവും ന്യായമായ വിലയ്ക്ക് ഈ ഉൽപ്പന്നം മിൽമ ഉപഭോക്താക്കൾക്കായി എത്തിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ മറ്റൊരു മുഖമുദ്രയായ കശുവണ്ടി എന്ന കാർഷിക വിളയിൽ നിന്നും ഇന്ത്യൻ ആഗോള വിപണിയെ ലക്ഷ്യം വച്ച് ഇന്ന് മിൽമയുമായി സഹകരിച്ച് പുറത്തിറക്കുന്ന ഒരു ഉൽപ്പന്നമാണ് മിൽമ കാഷ്യൂ വിറ്റ. ബൂസ്റ്റ്, അതുപോലെ ഹോർലിക്സ്, അതുപോലെ ബോൺവിറ്റ തുടങ്ങിയ ഉൽപ്പന്നങ്ങളോട് കിടപിടിക്കും വിധത്തിൽ പാലിൽ ചേർത്തുപയോഗിക്കാവുന്ന ഇത്തരത്തിലുള്ള മികച്ച ഒരു ഹെൽത്ത് ഡ്രിങ്കാണ് മിൽമ കാഷ്യൂ വിറ്റ. യാതൊരു പ്രിസർവേറ്റീവുകളും ചേർക്കാതെ 6 മാസം വരെ കേടുകൂടാതെ ഇരിക്കുന്ന പ്രോസസ്സിംഗ് സാങ്കേതിക വിദ്യയുടെ മികവിൽ ഏലക്ക, ചോക്ലേറ്റ്, പിസ്ത, വാനില എന്നീ ഫ്ലേവറുകളിൽ 250 ഗ്രാം പാക്കറ്റുകളിലാണ് ഇത് ഇന്ന് മിൽമ വിപണിയിൽ ഇറക്കുന്നത്. ഈ രീതിയിൽ പുതിയ കാഴ്ചപ്പാടുകളുമായി മുന്നോട്ടുള്ള കാൽവയ്പ് നടത്തുന്ന മിൽമയുടെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുവാൻ ക്ഷീര കർഷകരുടെ സ്വന്തം പ്രസ്ഥാനമായ മിൽമയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്